കാസ്റ്റവേ ഒക്കെ പോലെയുള്ള ഒരു ഇമോഷണൽ സർവൈവൽ ത്രില്ലറിന് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സെൻസ് ഓഫ് ഹ്യൂമർ കൊടുത്താൽ എങ്ങനെയുണ്ടാകും? അതുപോലെയുള്ള ഒരു അനുഭവമാണ് സാം റെയ്മി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള സെൻഡ് ഹെൽപ്പ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. പടത്തിലെ പ്രധാന ഇവന്റ് നടക്കുന്ന പോയിന്റ് വരെ കോർപ്പറേറ്റ് ജോബിന്റെ ഒരു രീതിയൊക്കെ കാണിച്ച് ആ ഒരു ഋതത്തിലാണ് പടം മുന്നോട്ട് പോകുന്നത്. പക്ഷെ മെയിൻ ഇവന്റിന് ശേഷം സ്വയം റീഇൻവെന്റ് ചെയ്യാൻ പടം നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. കഥയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു കണ്ടുപരിചയം നമുക്ക് തോന്നുമെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രധാന കഥാപാത്രത്തിന്റെ വേറെ ഒരു സൈഡ് കാണിക്കുന്ന ക്യാരക്ടർ ഡ്രാമ സ്വഭാവവും പടത്തിന് കിട്ടുന്നുണ്ട്. അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഹ്യൂമറും പേ ഓഫുകളും നമ്മളെ പടത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിർത്തുന്നുണ്ട്. മൊത്തത്തിൽ സെൽഫ് ഹെൽപ്പിന്റെ ഒരു ഫൺ വേർഷനാണ് സെൻഡ് ഹെൽപ്പ് എന്ന് പറയാം. നമ്മുടെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ലിൻഡ ലിഡിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലെ സ്ട്രാറ്റജിസ്റ്റ് ആണ്. ആ കമ്പനിയുടെ ഓണർ ലിൻഡയെ വൈസ് പ്രസിഡന്റ് ആക്കാമെന്ന് ഓഫർ കൊടുത്തിരുന്നു. എന്നാൽ അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ബ്രാഡ്ലി ചാർജ് എടുക്കുകയും ചെയ്തപ്പോൾ ഈ ഓഫർ ബ്രാഡ്ലി അങ്ങ് മറക്കുന്നു. അത് ലിൻഡയെ മാനസികമായിട്ട് തളർത്തുന്നു. അതിനുശേഷം ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ബ്രാഡ്ലിയും ലിൻഡയും മറ്റു സഹപ്രവർത്തകരും ഒരു ബിസിനസ് ആവശ്യത്തിന് ബാങ്കോക്കിലേക്ക് പോകുമ്പോൾ ആ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെടുകയും ബ്രാഡ്ലിയും ലിൻഡയും മാത്രം രക്ഷപ്പെട്ട് നടുക്കടലിൽ ഒരു ഐലൻഡിലാവുകയും ചെയ്യുന്നു. പരസ്പരം കണ്ടുകൂടാത്ത ഇവർ രണ്ടുപേരും ആ ദ്വീപിൽ എങ്ങനെ സർവൈവ് ചെയ്തു എന്നതാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. സാം റെയ്മിയും അദ്ദേഹത്തിന്റെ എഴുത്തുകാരായിട്ടുള്ള ഡാമിയൻ ഷാനോണും മാർക്ക് സ്വിഫ്റ്റും ഇത്തരത്തിലുള്ള കഥകളിൽ പൊതുവെ മുന്നോട്ട് എന്താണ് സംഭവിക്കുക എന്ന് നാട്ടുകാർക്ക് ഊഹിക്കാൻ പറ്റും എന്ന് ധാരണയുള്ളവരാണ്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുക, സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവുക, വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ലെവൽ ബോധോദയം വരിക മുതലായവയൊക്കെയാണ് നമ്മൾ സമാനമായ പശ്ചാത്തലമുള്ള സിനിമകളിൽ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളത്. ആ വഴിക്ക് തന്നെ പോകുമെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചിട്ട് നിർണായക ഘട്ടങ്ങളിൽ അതിനൊരു ട്വീക്ക് കൊടുക്കുന്ന രീതിയിലാണ് തിരക്കഥ ഇവർ ഒരുക്കിയിട്ടുള്ളത്. ലിൻഡയുടെ ഒറ്റപ്പെട്ടിട്ടുള്ള കോർപ്പറേറ്റ് ലൈഫ് കാണിക്കുന്ന ഭാഗങ്ങളിൽ പല സ്ഥലത്തും അധികം ഫോക്കസ് കൊടുക്കാത്ത രീതിയിൽ ഫോർ ഷാഡോയിങ് എന്ന പരിപാടി പ്രോപ്പർട്ടികളിലൂടെയും ഡയലോഗുകളിലൂടെയും അവർ നടത്തുന്നുണ്ട്. സെൻഡ് ഹെൽപ്പിന്റെ അവസാന ഭാഗങ്ങൾ എക്സൈറ്റിംഗ് ആകാനുള്ള ഒരു കാരണം പല ഡയലോഗുകളുടെയും പ്ലേസ്മെന്റ് ആണ്. ഇവർ രണ്ടുപേരിൽ കൂടുതൽ കുഴപ്പം പിടിച്ചത് ആരാണ് എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ പടം കൺസ്ട്രക്ട് ചെയ്യാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. കാഷ്വൽ ആയിട്ടുള്ള സംഭാഷണങ്ങളുടെ നടുവിൽ വരുന്ന ഡീറ്റെയിലുകൾ മാത്രം ഉപയോഗിച്ച് പരസ്പരം സംശയമുള്ള രണ്ട് കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു സർവൈവൽ ത്രില്ലർ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സ്വല്പം ശ്രമകരമാണ്. ഇവർക്ക് പരസ്പരമുള്ള വിശ്വാസമില്ലായ്മയ്ക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് കഥയിലെ മറ്റ് ചില പോസിബിലിറ്റീസിലേക്ക് നമ്മുടെ ഫോക്കസ് പോവാതിരിക്കാൻ തിരക്കഥ ശ്രദ്ധിക്കുന്നുണ്ട്. പടത്തിൽ നമുക്ക് വർക്കാകുന്ന ചില ത്രില്ലിംഗ് സീനുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു തുടക്കഭാഗം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പാകത്തിന് വിട്ടു തരുന്നുണ്ട്. പക്ഷെ ബാക്കി ഭാഗത്ത് അവർ ഒരു വ്യത്യസ്തത കൊണ്ടുവന്ന് ഫിലിമിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. വളരെ വയലന്റ് ആയിട്ടുള്ള ഇതിലെ പല എലമെന്റുകളും സത്യം പറഞ്ഞാൽ ഈ പടം ആകെ മൊത്തത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പൊള്ളയായ മോട്ടിവേഷൻ പരിപാടിയോടുള്ള ആ ഒരു പുച്ഛം, നമ്മൾ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സാധനം എഫക്റ്റീവായിട്ട് ഒരു ഹ്യൂമർ ടോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിനിമയെ സഹായിക്കുന്നുണ്ട്. ചില വൈഡ് ഷോട്ടുകളിലൊക്കെയുള്ള വിഷ്വൽ എഫക്ട്സ് അത്ര നല്ല രീതിക്ക് ബ്ലെൻഡ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ പ്രൊഡക്ഷൻ ഡിസൈൻ സാമാന്യം നല്ലതായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ അധികമായിട്ട് ഉപയോഗിക്കാതെ സൗണ്ട് ഡിസൈനിനെ ഡിപ്പെൻഡ് ചെയ്തത് പല സീനുകളിലെയും ടെൻഷൻ ഫാക്ടർ കൂട്ടാൻ പടത്തെ സഹായിക്കുന്നുണ്ട്. സാം റെയ്മി സ്പൈഡർമാനിലൊക്കെ പരീക്ഷിച്ചിട്ടുള്ള അൾട്രാ ക്ലോസപ്പ് ഷോട്ടുകളും മൂവ്മെന്റ് ട്രാക്ക് ചെയ്യുന്ന പോലത്തെ ഷോട്ടുകളും ആ മൊമെന്റുകളുടെ ഹ്യൂമർ ഒന്ന് കൂട്ടുന്നുണ്ട്. പടം തുടങ്ങുമ്പോഴുള്ള ലിൻഡയുടെ ബോഡി ലാംഗ്വേജും കഴിയുമ്പോഴുള്ള ബോഡി ലാംഗ്വേജും തമ്മിൽ പ്രകടമായ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഒരർത്ഥത്തിൽ ആ ഒരു ട്രാൻസിഷന്റെ കഥയാണ് ഈ സിനിമയുടെ കഥ എന്ന് നമുക്ക് പറയാം. തുടക്കത്തിൽ കൂട്ടത്തിൽ പെടാൻ സ്ട്രഗിൾ ചെയ്യുന്ന ലിൻഡയെ ഓവറാക്കാതെ അവതരിപ്പിക്കാൻ റേച്ചൽ മക്കാഡംസിന് സാധിക്കുന്നുണ്ട്. ആ ദ്വീപിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ആ കഥാപാത്രം പടിപടിയായി മാറുന്നതും അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഡയലൻ ഒബ്രയൻ അവതരിപ്പിക്കുന്ന അഹങ്കാരിയായിട്ടുള്ള അച്ഛന്റെ ബിസിനസ് നടത്തുന്ന മകൻ കഥാപാത്രവും കീഴിൽ ജോലി ചെയ്യാൻ ആരുമില്ലെങ്കിൽ തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തിരിച്ചറിവ് കിട്ടുന്ന ഒരു ട്രാൻസിഷനിലൂടെ കടന്നു പോവുകയാണ്. ഇമോഷൻ കൺവേ ചെയ്യാൻ ബോഡി പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ചില സീനുകളിലൊക്കെ പുള്ളി പെർഫോം ചെയ്തിട്ടുള്ളത് ഗംഭീരമായിട്ടാണ്. കേൾക്കുമ്പോൾ വളരെ ജനറിക് ആയിട്ട് തോന്നാവുന്ന ഒരു സർവൈവൽ ഡ്രാമ ഐഡിയയിലേക്ക് ഈഗോയുടെ എലമെന്റ്സ് പ്ലേസ് ചെയ്യുന്ന ഒരു പടമാണ് സെൻഡ് ഹെൽപ്പ്. ചെറിയ ചെറിയ ഡീറ്റെയിലുകൾ ആഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പ്രേക്ഷകനെ ഇൻട്രസ്റ്റിംഗ് ആക്കി നിലനിർത്താൻ എഴുത്ത് ശ്രമിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. എനർജി ഒട്ടും ചോർന്നു പോകാതെ കഥയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ നമുക്കുള്ള താല്പര്യം നിലനിർത്തുന്ന രീതിയിൽ കഥ പറയുന്ന സെൻഡ് ഹെൽപ്പ് വയലൻസും സർക്കാസവും ഒക്കെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു എന്റർടൈനറാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്